സ്തോത്രം. ഒരു സഭ വളരണമെങ്കിൽ അടിസ്ഥാനപരമായി 4 ഘടകങ്ങൾ അത്യാവശ്യമായി വേണം. 1, അഭിഷക്തമായ വചന ശുശ്രൂഷ. 2, ശുഷ്കാന്തിയോടുള്ള ആത്മീയ ആരാധന, അതിവിടെ ഉണ്ട്. 3, സുവിശേഷ ദർശനം പ്രാപിച്ച ജനങ്ങൾ. 4, തുടർമാനമായുള്ള പ്രാർത്ഥന. ഇത് 4മുള്ള സഭ വളരെ ഒരിക്കലും തളരില്ല. ഞാൻ 4ാമത് പറഞ്ഞ ഘടകം മറ്റു 3നെയും നിയന്ത്രിക്കുന്നതാണ്. അതാണ് തുടർമാനമായുള്ള പ്രാർത്ഥന. തുടർമാനമായി പ്രാർത്ഥിക്കുന്ന സഭയിൽ അഭിഷക്തമായ വചനശുശ്രൂഷ നടക്കും. ആ സഭയിൽ ജനം ശുഷ്കാന്തിയുടെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. ആ സഭയിൽ ജനം സുവിശേഷ ദർശനം പ്രാപിക്കും. ആ സഭയിലേക്ക് ആത്മാക്കൾ ഒഴുകിയെത്തുവാനിടയായത്. ഒരു ആരാധന കഴിഞ്ഞ് നിങ്ങൾ മടങ്ങുമ്പോൾ അടുത്ത ആരാധനയ്ക്ക് വരും വരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് നീ ഞങ്ങളോട് സംസാരിക്കണമേ, നിൻ്റെ കരം ഞങ്ങളെ തൊടണമേ, ഇന്നൊരു അത്ഭുതം ഞങ്ങൾ കാണണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വാ, ദൈവാത്മാവ് നിങ്ങളോട് തന്നെ സംസാരിക്കും. 5 പേരിൽ ആരംഭിച്ച് 8 ലക്ഷത്തോളം എന്നൊരു സഭയുണ്ട്, നിങ്ങൾക്കറിയാം. ദക്ഷിണ കൊറിയയിലെ പോളിയോഗിച്ചോടെ സഭ 5 പേരിൽ തുടങ്ങിയതാണ്. അവിടെ ഒരാരാധനയ്ക്ക് സംബന്ധിക്കുന്നവരോട് കൈകൂപ്പി പറയും, ദൈവത്തെ ഓടത്ത് അടുത്ത ആരാധനയ്ക്ക് വരല്ലേ എന്ന്. നമ്മൾ കാല് പിടിക്കുക, കാരണം ഇരിക്കാൻ സ്ഥലമില്ല. ദൈവം നിത്യത്തിലാണ്. 16 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രസംഗിക്കാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അത് അമേരിക്കൻ പെന്തക്കോസ്റ്റ് കോൺഫറൻസിൻ്റെ കേരളത്തിൽ നിന്നുള്ള പ്രധാന പ്രസംഗം ഞാനായിരുന്നു. അപ്പോൾ ഈ യോഗിച്ചയുടെ സഭയുടെ പ്രത്യേകത പ്രയർ മൗണ്ടനുകളുണ്ട്, പ്രാർത്ഥനാ മലകളുണ്ട്. 24 അവർ പ്രാർത്ഥനയാണ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത, അവരിങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ കൂമ്പാരമായി നീട്ടിയിട്ട് കൈ നീട്ടി പ്രാർത്ഥിച്ച് ആശ്രുവാദം പറയും മുമ്പ് ഫോൺ കോൾ വരിക, ക്യാൻസർ സൗഖ്യമായെന്നും പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ അമേരിക്കയിൽ നിന്നൊരു പ്രസംഗികനെ അവിടെ പ്രസംഗിക്കാനായി ക്ഷണിച്ചു. അമേരിക്കയിൽ നിന്ന് അദ്ദേഹം അമേരിക്കയിൽ നിന്നൊരു പ്രസംഗമൊക്കെ തയ്യാറാക്കി യോഗിച്ചോടെ ആരാധനയ്ക്ക് ഇതുപോലെ ചെന്നിരുന്നു. പാസ്റ്റർ ജിബിൻ അദ്ദേഹം ആ സ്റ്റേജിലേക്ക് കയറുന്നുമല്ല, ദൈവാത്മാവ് ശക്തിയോടെ അദ്ദേഹം വന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഡോക്ടർ ചോ, ഇവിടെ വാസ്തവമായി ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പ്രസംഗം പറക്കുന്നു. ആത്മാവ് തന്നത് ഞാൻ പറയാൻ പോകുകയാണ്. സിയോൺ അല്ലേ, സിയോൺ സിറ്റി റിവൈവൽ ചർച്ചിൽ ആരാധിക്കും ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ കരഞ്ഞാൽ, ഇതിനകത്ത് വരുന്നവൻ വിളിച്ചു കൂവാൻ പോകുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന്. ഓ ക്ഷമ റഖിനി ത്രമർക്ക് കരമടി ശല്യഭാഷ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ഓ ഹുഡമ റഖുനി അംധുന, എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നിങ്ങൾ കരഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഇതിനകത്ത് വരുന്നവൻ വിളിച്ചു പോവും. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ും 122 സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ പാസ്റ്റർ ജോജി വായിച്ചു, മൈക്കി കൂടെ വായിക്കും കേട്ടാട്ട്. 122 സങ്കീർത്തനം ആദ്യത്തെ 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെന്നു. കൈകൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾ ഒക്കെ കുറിച്ചെടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കുറിക്കണം. 1, യഹോവയുടെ ആലയത്തിലേക്ക് പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പം ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. 1, നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടണേ, വളരണമെങ്കിൽ ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ സഭയാക്കി ദൈവത്തിനെ മാറ്റുമെന്ന് വിശ്വാസമുള്ളവർ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ 1, നിങ്ങൾ ആലയത്തിൽ സന്തോഷിക്കുക. പറഞ്ഞേ, ശബ്ദമൊന്നുമില്ലയോ? പറ, എല്ലാവരും പറ. ആലയത്തിൽ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ പഴുതാര കടിച്ച പോലെ ഇരിക്കരുത്. ഈ പെന്തക്കോസ്തുകാരെന്ന് പേരുണ്ട് പലയിടത്തും, നിങ്ങൾ നല്ലപോലെ ആരാധിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ചെന്ന് ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ ഈ പറന്നു പോകാതിരിക്കാൻ ഈ പുള്ളി അവിടെ വെച്ചേക്കാൻ തോന്നും. വെയിറ്റ് വെച്ചേക്ക്. പെന്തക്കോസ്തുകളാ. ഇവിടെ ഏതായാലും കസേര ആയിട്ട് പറക്കുമെന്ന് പേടിക്കണ്ട.
ആലയത്തിൽ സന്തോഷിക്കുക. നമ്മുടെ ചർച്ചിൽ ഒരാൾ വന്നാൽ പറയണം, ഭൂമിയിൽ ഇത്രയും സന്തോഷിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഹല്ലേലൂയ. ഈ പല പെന്തക്കോസ്ത് സഭയുടെയും പരാജയം പടപേടിച്ച് പന്തളത്ത് എന്നപ്പം ചൂട്ടുകെട്ടിപ്പട ഒരാജുവാദിന് വന്നപ്പോൾ അവിടെ ആകെ പ്രശ്നം. ഒന്ന്, ആലയത്തിൽ സന്തോഷിക്കുക. എന്താണ് 42-ാം സങ്കീർത്തനം 4-ാം വാക്യം? ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ ത്വരത്തോടെ ഞാൻ സമൂഹമധ്യേ ദൈവാലയത്തിൽ ചെന്ന് ഓർക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷം. ആവർത്തന പുസ്തകം 12:12, നിന്റെ ദൈവമായ യഹോവയുടെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കട്ട സ്ഥലത്ത് നീയും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും നിങ്ങളുടെ പട്ടണങ്ങളിലുള്ള ലേവ്യനും കണ്ടോ, സന്തോഷിക്കണം. ഇസ്രായേൽ മക്കൾക്ക് ദൈവം 7 ഉത്സവങ്ങൾ കൊടുത്തിരുന്നു. ഉത്സവത്തിന് പോകുവാൻ അവർക്ക് നല്ല ഉത്സാഹമായിരുന്നു. കാരണം കൂടാര വീട്ടിലെ അവരുടെ ഞെരുക്കങ്ങൾ, കൂടാര വീട്ടിലെ അവരുടെ കഷ്ടതകൾ, കൂടാര വീട്ടിലെ അവരുടെ ഭാരങ്ങൾ അവർ മറക്കുന്ന വേളയായിരുന്നു അവിടെ ഉത്സവവേള. ഈ രാത്രി ഹോളിൽ വന്ന ദൈവമക്കളെ, നമ്മുടെ ആരാധന വേള നമ്മുടെ ഉത്സവവേളയാണ്. നിന്റെ കഷ്ടതകൾ മറക്കണം, നിന്റെ ഭാരങ്ങൾ മറക്കണം. ഓ ക്ഷമ, നിന്റെ നിരാശകൾ മറക്കണം. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് നീ ദൈവത്തിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. 126-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അടുത്ത വാക്യം, അന്നായിരിക്കണം. ആ പദം എനിക്ക് വളരെ ഇഷ്ടം. ആയിരക്കണക്കിന് വേദി ഞാൻ പറഞ്ഞിട്ടുണ്ട്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, കരയുന്ന ദൈവ പൈതലേ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഓ, എത്ര പേർക്ക് ആത്മാവിൽ ആരാധിപ്പാൻ കഴിയും? കരയുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കും നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് ഇന്ന് രാത്രി പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം പ്രവർത്തിപ്പാൻ ദൈവം ശക്തനത്രേ. ഒന്നുകൂടെ ശക്തിയോടെ കൈകളോട് അന്യഭാഷ ദൈവത്തെ സൂചിച്ചു. സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഇസ്രായേൽക്കാർ പറയുന്നതാണ്. എന്താണ് ഈ സ്വപ്നം കാണുന്ന പോലെ പോലെ ആകാൻ കാരണം? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതായത് പ്രവാസത്തിൽ പോയ ഇസ്രായേൽ ജനം ബാബിലോൺകാർ പിടിച്ചുകൊണ്ടുപോയി. മൊത്തം ഇസ്രായേൽ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവരെ ബന്ധിച്ചവർ, പ്രവാസികളാക്കിയവർ ചിന്തിച്ചു. ഇനി ഒരിക്കലും തിരികെ വരില്ല. പ്രവാസിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവരുടെ അയൽക്കാർ ചിന്തിച്ചു. പ്രവാസിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവരും ചിന്തിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയാം, സംഭവിക്കില്ലെന്ന് നാട്ടുകാർ ചിന്തിച്ചത്, സംഭവിക്കില്ലെന്ന് അയൽക്കാർ ചിന്തിച്ചത്, സംഭവിക്കില്ലെന്ന് അവർ പോലും ചിന്തിച്ചത് ദൈവം അവർക്ക് വേണ്ടി സംഭവിപ്പിച്ചു. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? ദൈവാത്മാവിൽ നിന്നോട് ഞാൻ ദൂത് പറയുന്നു. സംഭവിക്കില്ലെന്ന് നിന്റെ നാട്ടുകാർ പറയുന്നത്, സംഭവിക്കില്ലെന്ന് നിന്റെ അയൽക്കാർ പറയുന്നത്, സംഭവിക്കില്ലെന്ന് നിന്നോടൊപ്പം നിന്റെ പായിൽ നിന്ന് ആരാധിക്കുന്നവർ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. ശക്തിയോടെ കരമടിച്ചുകൊണ്ട് പറ, ഒരിക്കലും സംഭവിക്കില്ലെന്ന്. നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി, നിന്റെ സഭയെ നോക്കി, നിന്റെ ശുശ്രൂഷയെ നോക്കി ദുഷ്ട പിശാച് പറയുന്നത്, നാട്ടുകാർ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും, അന്ന് ഞങ്ങളുടെ വായിൽ ആർപ്പും ഉണ്ടായിരുന്നു. സന്തോഷിക്കണം. നമുക്കിവിടെ സന്തോഷിക്കാൻ കഴിയൂ? ഭൂമിയിൽ സന്തോഷിക്കുന്ന ദൈവമക്കളാണ്. ഈ ദൈവമക്കളുടെ ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ നിങ്ങൾ ഉള്ളിൽ കയറണം. ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്തായിരിക്കണം? 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം, 2 Corinthians 6:9.
6:9. ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ. മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. അടുത്തത് ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. അടുത്തത് ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കും. ഞാൻ പറയാറുണ്ട്, ഇപ്പം നമുക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കാലത്ത് ഒത്തിരി കഷ്ടങ്ങളിലൂടെ ദൈവമക്കൾ കടന്നുപോയി. പക്ഷെ ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവമൈതലേ, ഞാൻ പണ്ടും പ്രസംഗിക്കും പറയും, ഒരാഴ്ച മുഴുവൻ നീയും നിന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടന്നെങ്കിലും, പെയ്ത മഴ മുഴുവൻ നിന്റെ വീട്ടിൽ പെയ്തിറങ്ങിയെങ്കിലും, നീയും നിന്റെ കുഞ്ഞുങ്ങളും കൊട പിടിച്ചിരിക്കേണ്ടി വന്നാലും, ആരാധനയ്ക്ക് വരുമ്പോൾ നിന്റെ മുഖത്താ ക്ഷീണം കാണരുത്. നിന്റെ മുഖത്താ ക്ഷീണം കാണരുത്. ആരാധനയ്ക്ക് വന്നിട്ട് നീ പറയണം, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, ആപത്തിനോ, വാളിനോ, നഗ്നതയ്ക്കോ, ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ ഒരു ശക്തിക്കും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ഉറപ്പ് പ്രാപിച്ചവൻ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. ഒരാഴ്ച മുഴുവൻ പട്ടിണിയാണെങ്കിലും, ഒരാഴ്ച മുഴുവൻ കഷ്ടതയാണെങ്കിലും, ഓളിൽ വരുമ്പോൾ ക്ഷീണം കാണരുത്. നീ വിളിച്ചു പറയുന്നു, പിശാചേ, നിന്റെ കഷ്ടതയ്ക്കോ, നിന്റെ പട്ടിണിക്കോ, നിന്റെ ആപത്തിനോ, നിന്റെ വാളിനോ എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ല. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ഇതായിരുന്നു ആരംഭകാല വിശ്വാസികൾ. സന്തോഷിക്കുക. ഈ വേദപുസ്തകത്തിൽ സാക്ഷ്യങ്ങളുണ്ട്. നേരമില്ല അത് പറയാൻ, എന്നെക്കുറിച്ച് ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചത്. അതൊക്കെ ഞാൻ തന്നെ പറയാൻ വിട്ടേക്കാം. ഒരാഴ്ച മുഴുവൻ പട്ടിണിയാണേലും ആരാധനയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ക്ഷീണം കാണരുത്. സന്തോഷിക്കണം. ഈ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിൽ വ്യാപരിക്കുന്ന മൊത്തം നെഗറ്റീവ് ആത്മാവാണ്. ഞങ്ങളൊക്കെ പാസ്റ്റർമാരായിട്ട് അറിയാം, ചില അച്ചായന്മാർക്ക് ചിലർക്ക് ഞായറാഴ്ച പനിയാണ്. രാവിലെ തുടങ്ങും, 5 മണിയാകുമ്പം തീരും, തിങ്കളാഴ്ച ജോലിക്കും പോകും. അവർ ചെറിയ പനി പിടിച്ചു. ചാക്കോച്ചായ എങ്ങനെയുണ്ട് പനി ചാക്കോച്ചായ പനി എങ്ങനെയുണ്ടോ? ചാക്കോച്ചാൻ്റെ മറുപടി, എന്നാ പറയാനാ പാസ്റ്ററെ, ഈ പനി എന്നെ കൊണ്ടേ പോത്തുള്ളതാണ്. മിക്കവാറും അവനെ കൊണ്ടേ പോവും. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കി, കുഞ്ഞുങ്ങളെ നോക്കി നെഗറ്റീവ് പറയരുത്. ഗതി പിടിക്കില്ലെന്ന് പറയരുത്, ഉയരത്തില്ലെന്ന് പറയരുത്, ഉയർച്ച വരില്ലെന്ന് പറയരുത്, അല്ലെങ്കിൽ ഞങ്ങളുടെ സഭ ഉണരത്തില്ലെന്ന് പറയരുത്. എല്ലാ പരാജയങ്ങളുടെ നടുവിൽ യേശുവിൻ്റെ നാമത്തിൽ നീ പറയണം, കഷ്ടതയുണ്ടെങ്കിലും, പ്രയാസമുണ്ടെങ്കിലും, പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മളിതിനെ ഓവർകം ചെയ്യും. ഞാനിതിനെ ജയിക്കും. ദൈവം എനിക്ക് ജയം തരും. യഹോവയുടെ നാമത്തിൽ എനിക്ക് ജയമുണ്ടെന്ന് പറയണം. എത്ര പേർക്ക് ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും? ഞാൻ പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ പറയാറുണ്ട്. അവരിപ്പോൾ അത് പറയും. എന്തെന്നറിയാമോ, ഇന്ന് ഇത് പറയാൻ നിന്നതല്ല, നിങ്ങളിൽ ആർക്കും ഇത് ഊത് വേണം, അതുകൊണ്ട് പറയാം. അതായത് ആരാധിക്കുന്ന ദൈവവൈതലേ, കരയുന്ന ദൈവവൈതലേ, നിന്റെ തലമുറ ഒത്തിരി പുറയിലാണെന്ന് നിനക്ക് തോന്നിയാലും ഫൈനൽ റൈസിൽ, അവസാന കുതിപ്പിൽ ദൈവം അവരെ മുന്നിൽ കൊണ്ടുവരും. ശക്തിയോട് ആത്മാ നിറവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എന്റെ തലമുറ എത്തിരി പുറകിലാണെന്ന്. ഹല്ലേലൂയ. നിനക്ക് തോന്നിയാലും ഫൈനൽ റൈസിൽ, അവസാന കുതിപ്പിൽ ദൈവം മുന്നിൽ കൊണ്ടുവരും. നിരാശപ്പെടരുത്. അന്നേ ആലയത്തിൽ സന്തോഷിക്കുക. എല്ലാവരും പറഞ്ഞാട്ട് ആലയത്തിൽ സന്തോഷിച്ചോണം. ടെൻഷനെല്ലാം മറന്നോണം. ഇവിടെ വരുമ്പം വേറെ ഒന്നും ഓർക്കരുത്. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോണം. അപ്പൊ അടുത്തത്, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞു. അപ്പൊ ഒരാൾ മറ്റൊരാളോട് പറയാ, നമുക്ക് ആരാധനയ്ക്ക് പോകാം. 2, ആരാധനാലയത്തിലേക്ക് ആത്മാക്കളെ ആകർഷിക്കുക. എല്ലാവരും പറഞ്ഞേ. 1, ആലയത്തിൽ സന്തോഷിക്കുക. 2, ആരാധനാലയത്തിലേക്ക് ആത്മാക്കളെ ആകർഷിക്കുക. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 18 മുതൽ വാക്യങ്ങൾ. ഇതൊരു പ്രവചനമാണ്. ആ പ്രവചനം നിവർത്തിക്കുന്നത് വായിച്ചോ. ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷ്യക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. ഒരു കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ.
അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ആരാധനയുടെ പ്രത്യേകത, ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെ സകല ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അതിൻ്റെ നിവൃത്തിയായി കാണുന്നേ. മനസ്സിലായില്ലെന്ന് തോന്നില്ലേ? ഒത്തിരി ഭാഷക്കാരെല്ലാം പല ജാതിയൊന്നുമില്ല ഇതിനകത്ത്. പെന്തക്കോസ്തുകളുടെ പ്രത്യേകത, നമ്മൾ ഒരു ജാതിയിൽ നിന്ന് പെറ്റുവരുന്നവരല്ല, പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായി തീർന്നവരാണ്. കൺവെൻഷൻ ഈ നോഹയുടെ കാലം പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഈ പെന്തക്കോസ്തുകളിൽ ചെന്ന എല്ലാ ജാതിക്കാരും അതിനകത്തുണ്ട് അല്ലേ. SND ഇപ്പോൾ ഉണ്ട്, NSS ഉണ്ട്, കത്തോലിക്കയുണ്ട്, യാക്കോബയുണ്ട്, മർത്തോമയുണ്ട്, CSI ഉണ്ട്, CMS ഉണ്ട്, ഇല്ലേ വാസ്റ്റർ? എല്ലാം ഉണ്ട്, എല്ലാ വകയും ഉണ്ട്. ഇതാ ലാസ്റ്റ്, ഇത് ഫൈനൽ റെവലേഷനാ. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പാർട്ടിയല്ല, നമ്മൾ ദൈവത്തിൻ്റെ ആത്യന്തിക വെളിപ്പാടാണിത്. നിങ്ങൾ എന്ത് ചെയ്യും? വേർപാട് എന്നാൽ വേർപാടുകാരല്ല ഉള്ളോ? സ്വതന്ത്രം. കത്തോലിക്ക ചെന്നാൽ കത്തോലിക്കരല്ല ഉള്ളോ? യാക്കോബ ചെന്നാൽ യാക്കോബക്കാരല്ല ഉള്ളോ? പെന്തക്കോസിന്റെ പ്രത്യേകത സകല ജാതിക്കാരിനകത്തുണ്ട്. പക്ഷെ നമ്മളല്ല ഇപ്പൊ ഒറ്റ ജാതിക്കാരായ യഹോവ ദൈവമാം വിശുദ്ധ ജാതിക്കാർ. ഒറ്റ ജാതി, സകല ജാതിക്കാരെ ഒന്നിച്ചു കൂട്ടുന്നാൽ വരുന്നു, പല ഭാഷക്കാർ. ഞാൻ അയർലൻഡിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷ് ചർച്ചിലായിരുന്നു അവിടുത്തെ മലയാളി കൺവെൻഷൻ നടന്നത്. അടുത്ത ദിവസം 2 ദിവസം അവരെൻ്റെ യോഗം വെച്ച് പാസ്റ്റർ, ആഫ്രിക്കക്കാരനായ പാസ്റ്റർ, ആ പാസ്റ്ററിനോട് പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടി. പാസ്റ്ററെ, 48 രാജ്യങ്ങളിൽ നിന്നുള്ളവരിവിടെ ആരാധിക്കുന്നത്. 48 രാജ്യക്കാരോട് അന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, ഇത് 48 അധികം താമസിയാ സ്വർഗത്തിൽ സകല വിശുദ്ധന്മാരും ഭൂലോകത്തിലുള്ള സകല ജാതിക്കാരും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നൊരു ദിവസം. അപ്പോൾ അടുത്ത വാക്യം, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പല കാര്യം ഇവിടെ നടക്കണമല്ലോ. സകല ജാതിക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം. അടുത്ത പദം, അവർ വന്ന്. എന്റെ മഹത്വം. എല്ലാവരും ഒന്ന് പറഞ്ഞു, അവർ വന്ന്. ഒന്ന് പറയുന്നേ, അവർ വന്ന്. നിങ്ങൾ ഈ ഹോളിൽ വരുന്നത് പാസ്റ്റർ ജീവനെ കാണാനല്ല, സഹവിശ്വാസികളെ കാണാനല്ല, ദൈവത്തിന്റെ മഹത്വം കാണാനാ. ഓരാ കൈകൾ ഉയർത്തി പറ, ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണും. കരമടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, അവർ വന്ന് റഖുനിയ ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മളിവിടെ വരുന്നത് സഹവിശ്വാസിയെ കാണാനല്ല, പാസ്റ്ററെ കാണാനല്ല, ദൈവത്തിന്റെ മഹത്വം കാണാനാ. അവർ വന്നെന്റെ മഹത്വം കാണും. 63-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. അവർ വന്നെന്റെ, അതൊക്കെ പ്രവചനമാണ്, ചുമ്മാ പഴയ നിമിത്തം കണ്ടിട്ട് പോവല്ല. മഹത്വം ഓരോ ആഴ്ചയിലും ദൈവത്തിന്റെ മഹത്വം കണ്ടു മടങ്ങണം. അവർ വന്നെന്റെ മഹത്വം കാണും. ശേപ്പന് തന്നെ വീണ്ടും വായിച്ചേ, 16:66-18 വായിച്ചേ. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ച്. ഇതൊരു പ്രവചനം. ആ പ്രവചനം ഇവിടെ നടത്തിക്കുന്നേ ഒരു കാലം വരുന്നു. അവർ വന്ന് എന്റെ മഹത്വം കാണും. അടുത്ത വാക്യം, ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും. രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തർശീശ് വില്ലാളികളായ പൂൽ, ലൂദ് എന്നിവരും തൂബാൽ, യാവാൻ എന്നിവരുമായ ജാതികളുടെ അടുക്കലേക്കും എന്റെ കീർത്തി കേൾക്കുകയും എന്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്കും അയക്കും. അവർ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കും. നമ്മളെ കർത്താവ് വിളിച്ചത് ദൈവത്തിന്റെ മഹത്വത്തെ ജാതികളിൽ പ്രസ്താവിക്കാനാണ്. അല്ല കെമ്പിനെ വരാം, വായിച്ചോ, അടുത്ത വാക്യം വായിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. അവർ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കും. ഇസ്രായേൽ മക്കൾ യഹോവയുടെ ആലയത്തിലേക്ക്. ഇത് നമ്മളെ കുറിച്ചുള്ള പ്രവചനമാ, സഭയെ കുറിച്ചുള്ള. ഇസ്രായേൽ മക്കൾ യഹോവയുടെ ആലയത്തിലേക്ക് വെടിപ്പുള്ള പാത്രം. അതൊക്കെ പ്രത്യേകതയാ. വെടിപ്പുള്ള പാത്രത്തിൽ വേണം വഴിപാട് കൊണ്ടുവരാൻ. വെടിപ്പുള്ള പാത്രങ്ങളിൽ വഴിപാട് കൊണ്ടുവരുന്ന പോലെ അവർ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് നിങ്ങളുടെ സഹോദരന്മാരെയൊക്കെയും കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറ്റി എന്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേമിലേക്ക് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതായത് ഇസ്രായേൽ മക്കൾ വഴിപാട് കൊണ്ടുവരുന്ന അന്നത്തെ അവരുടെ വാഹനമായി പറഞ്ഞ്, കുതിരയും കഴുതയും ഓവർ കഴുതയും പല്ലക്കും ഒക്കെ ഒട്ടകമൊക്കെ അന്നത്തെ ടാക്സിയാ. അവർ വഴിപാട് കൊണ്ടുവരും. അതുപോലെ നമ്മുടെ സിയോൺ സിറ്റി റിവൈവൽ ചർച്ചിലെ ദൈവമക്കളെ, നാം വഴിപാട് കൊണ്ടുവരണം. സ്വതന്ത്രാഴ്ച കൊണ്ടുവരുന്ന കാര്യമല്ല, നമ്മുടെ സഹോദരങ്ങളെ ഇതിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വരണം. നിങ്ങൾക്കൊരു കാറുണ്ട്, അതിനകത്ത് 2 പേരെയും കൂടി ഇതിനകത്ത് കൊണ്ടുവരണം. ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ ഒരാളെ പിടിച്ചുകൊണ്ട് വരണം.
വഴിപാട് കൊണ്ടുവരും. അത് പിന്നെ ഞാൻ പറയാം. അടുത്ത പദം വായിച്ചേ പാസ്റ്റർ. അവരിൽ നിന്നും ചിലരെ, ശ്രദ്ധിച്ചു കേട്ടോ, അവരിൽ നിന്ന് ചിലരെ ഞാൻ പുരോഹിതന്മാരായും ലേവ്യരായും എടുക്കുമെന്ന് യഹോവ കൈ ഉയർത്തിയാട്ട് സ്തോത്രം പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ നീ ഒരാളെ ഇതിനകത്ത് കൊണ്ടുവരുമ്പോൾ നീ അറിയില്ലവൻ ആരാകാനുള്ളവനാണ്. ഇന്ന് രാവിത്രിയിൽ ദൈവാത്മാ പ്രവചിക്കുന്നു, നീ കൊണ്ടുവരുന്നവരിൽ ചിലരെ ദൈവം ലോകമറിയപ്പെടുന്ന സുവിശേഷകനാക്കി മാറ്റും. ഇന്ത്യ അറിയപ്പെടുന്ന പ്രവാചകരായി മാറ്റും. കൈകളടിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുക, ഇതിനകത്തുള്ള ചിലരെ ലോകം അറിയുന്ന, ഇന്ത്യ അറിയുന്ന, കേരളം അറിയുന്ന, സിംഹതുല്യം ഗർജിക്കുന്ന, ആത്മാവിൽ പുറപ്പെടുന്ന പരിശുദ്ധാത്മ നിവേശിതരായവരെ ദൈവം എഴുന്നേൽപ്പിക്കും. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുക. അവരിൽ നിന്ന് ചിലരെ ഞാൻ പ്രവാചകരാക്കും, പുരോഹിതരാക്കും. ഇതാ ദൈവസഭയിൽ നടക്കേണ്ടത്. നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുമ്പോൾ നമ്മളറിയില്ല. ഇപ്പോഴത്തെ വ്യക്തി ഇപ്പോഴത്തെ വിചാരം വിധിക്കരുത്. നീ കാണുന്ന പോലല്ല, ദൈവ അവസ്ഥ മാറ്റും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കുറച്ചു കാലം യോസഫിനെ നോക്കിയപ്പോൾ ഒരു പൊട്ട സ്വപ്നക്കാരനായിരുന്നു. പക്ഷെ അവനെ ദൈവം മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തി. നീ കാണുന്ന പോലെയല്ല ദൈവം കാര്യങ്ങളെ കാണുന്നത്. ദൈവാത്മാവ് ഒന്നുകൂടെ പറയാ, ഇതിനകത്ത് നീ കൊണ്ടുവരുന്നവരിൽ ചിലരെ ദൈവം ലോകം അറിയപ്പെടുന്നവനാക്കി ഉയർത്താൻ ദൈവത്തിന് കഴിയും. ഇന്ത്യ അറിയുന്നവനാക്ക് അതിന് പ്രാർത്ഥിച്ചോണം, അല്ലേ? അതിന് പ്രാർത്ഥിക്കണം. പൗലോസിനെ ബർന്നബാസാണ് പൗലോസിനെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി. ബർന്നബാസിനേക്കാൾ എത്രയോ ഉയർന്നു പൗലോസിലെ. പത്രോസിനെ അന്ത്രയോസാണ് കൊണ്ടുവന്നത്. അന്ത്രയോസിനേക്കാൾ എത്ര ഉയർന്നു പത്രോസ്. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളിൽ കൊണ്ടുവരുന്നവരിൽ ചിലരെ ദൈവം പ്രവാചകരാക്കും, ദൈവം പുരോഹിതരാക്കും. വിശ്വാസത്തോട് പിടിച്ചുകൊണ്ട് വരണം. ഡോക്ടർ മുരളീധരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡോക്ടർ മുരളീധരൻ, മുരളീധരൻ എന്ന ദൈവദാസൻ, ദൈവദാസനൂടെയാണ്, പ്രസംഗികൻ കൂടെയാണ്. കൊല്ലത്ത് ബെൻസിയറോസ് വലിയൊരു നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഡോക്ടർ മുരളീധരൻ്റെ അനുഭവം കേട്ടിട്ടുണ്ടോ? അദ്ദേഹം വീട്ടിൽ നിന്ന് ടൗണിലേക്ക് നടന്നു പോകുമ്പം പെട്ടെന്നൊരു മഴ പെയ്തു. അടുത്തെങ്ങും വീടുകളിൽ ഒരു കൊച്ചു ചെറ്റക്കുടിലാണ്. ആ ചെറ്റക്കുടിലിൻ്റെ ഓരം കയറി നനയാതിരിക്കാൻ നിൽക്കുമ്പോൾ ഈ കുടിലിനകത്ത് പെന്തക്കോസ്തായുടെ പ്രാർത്ഥന നടത്തുക. അവിടെ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുക. ആ ചെറ്റക്കുടിലിനകത്തെ ആരാധന നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മുരളീധരനെ കയറി പിടിച്ചു. ഹോഷാമറക്കനദിയ. നീ കൊണ്ടുവരുന്നവരിൽ ചിലരെ ദൈവം പുരോഹിതരാക്കും. നമ്മുടെ എല്ലാ സഭയിലും നടക്കുന്നില്ല. പ്രാർത്ഥിച്ചോണം. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, മുമ്പേ ഞാൻ പറഞ്ഞ ഡോക്ടർ യോഗിച്ചോയെ ദൈവങ്ങളിലേക്ക് നടത്തിയത് ആരാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയാവോ ആർക്കെങ്കിലും? 12 വയസ്സുള്ള പെങ്കൊച്ച യോഗിച്ചോ എന്ന ബുദ്ധമതക്കാരൻ ക്ഷയരോഗബാധിതനായി. അന്നത്തെ കാലത്ത് ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി. ഡോക്ടർമാരെല്ലാം ചികിത്സയും ചെയ്തിട്ട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ജീവിക്കില്ല, കഠിനമായി, 3 മാസം നിങ്ങൾ മരിക്കും. അല്ലയോ ചെറുപ്പക്കാരാ, മരിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീട്ടിൽ വിട്ടു. അദ്ദേഹം വീട്ടിൽ മരണം പ്രതീക്ഷിച്ച് കിടക്കുമ്പോൾ ഒരു പകൽ 12 വയസ്സ് പ്രായമുള്ളൊരു പെങ്കൊച്ച്, ഗിഡയോൻ ഇന്റർനാഷണൽ, കൊച്ചു ബൈബിൾ കണ്ടിട്ടില്ലേ? ഗിഡയോൻ ഇന്റർനാഷണലിൻ്റെ ഒരു കൊച്ചു ബൈബിളുമായി ഈ വീട്ടിൽ ചെന്നു. സാറേ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ബുദ്ധമതക്കാരനാ, എനിക്ക് ഇതിൻ്റെ പ്രാർത്ഥന വേണ്ട. ആണ് ഈ പെങ്കൊച്ച് പറഞ്ഞു, സാറ് ഈ ബൈബിൾ വായിക്കണം. ഈ പുസ്തകം കൊടുത്തു. അവൾ അവിടെ നിന്ന് ഒഴിയാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞു, വെച്ചേര് ഞാൻ വായിച്ചോളാന്ന് പറഞ്ഞു. അവസാനം ഒരു ദിവസം ചുമ്മാതിരുന്നപ്പോൾ ഈ യോഗിച്ചോ ഇതിൻ്റെ പുസ്തകം തുറന്നു. മത്തായി 1:1 എന്താ എഴുതിയിരിക്കുന്നത്? അബ്രഹാമിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു, ഇസാക്ക് യാക്കോനെ ജനിപ്പിച്ചു. യാക്കാകപ്പാടെ അരിശമായി പുള്ളി വിചാരിച്ച അവസാനം വരെ ഇത് തന്നെ അതിനകത്ത് ജനിപ്പിച്ചു.
പുള്ളി ആ പുസ്തകം എടുത്ത് ഒറ്റ ഏറിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കൊങ്കച്ച് വീണ്ടും അവിടെ വന്നു. സാറ് പുസ്തകം വായിച്ചോന്ന് ചോദിച്ചു. യോഗിച്ച് പറഞ്ഞു, കൊള്ളാം, നല്ല പുസ്തകമാണ് നീ എനിക്ക് തന്നെ. ജനിപ്പിച്ചു. എന്താ പിന്നെ ടെലിഫോൺ ഡയറക്ടറി വായിക്കരുതോ? എന്തുകൊണ്ട് കിടക്കുന്ന നീ തന്നെ പുസ്തകം? യോഗിച്ചവരുടെ ആത്മകഥയിൽ 4 ഡയമെൻഷൻ എന്ന ആത്മകഥയിൽ ടച്ചിങ് ദി ഇയേഴ്സ് എന്നൊരു അധ്യായമുണ്ട്. ടച്ചിങ് ദി ഇയേഴ്സ്, സ്പർശിക്കുന്ന കണ്ണുനീർത്തുള്ളികൾ. ആ കുട്ടി കരഞ്ഞു. യോഗിച്ചോ വരണ്ടു. യോഗിച്ചോ പറഞ്ഞു, ഇവളെൻ്റെ ആരുമല്ല, ഞാൻ ഒരു തവണ ഇവളെ കണ്ടിട്ടുള്ളൂ, ഇവളെന്തിന് കരയുന്നു? ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാൻ, കുഞ്ഞെ, സകലവും പരാജയപ്പെടുന്നിടത്ത് നിന്റെ കണ്ണുനീര് വിജയിക്കും. പോരാ, ശക്തിയോട് ദൈവത്തിന് സ്വാതന്ത്ര്യം പറഞ്ഞു. യോഗിച്ച പറഞ്ഞു, കൊച്ചേ കരയല്ലേ, ഒന്നാ ജാഗം കിടക്കുക, നിന്റെ കരച്ചിലൂടെ കാണാൻ വയ്യ, ഞാൻ വായിക്കാം. പെങ്കൊച്ചു പറഞ്ഞു, സാറിത് തിരിക്കണം, മറിക്കണം. ഇതിനകത്ത് വിടിവിക്കുന്നൊരു യേശുണ്ട്, അവൻ്റെ അത്ഭുത കരമുണ്ട്. യോഗിച്ച് തിരിച്ചു വായിക്കാൻ തുടങ്ങി. പക്ഷപാതക്കാരൻ എഴുന്നേൽപ്പിക്കുന്ന യേശു, കുരുടന് കാഴ്ച കൊടുക്കുന്ന യേശു, മുടന്തനെ എഴുന്നേൽപ്പിക്കുന്ന യേശു, മരിച്ചവനെ ഉയർപ്പിക്കുന്ന യേശു. ഒരു കെട്ടുകഥ പറയല്ല. ഒരു രാത്രിയുടെ നിശബ്ദതയിൽ നിരാശനായി എല്ലും കോലുമായ യോഗിച്ചോ എന്ന മനുഷ്യൻ മുട്ടുകുത്തി കൈ സ്വർഗത്തിലേക്ക് വിരിച്ചിട്ട് പറഞ്ഞു, യേശുവേ, ക്രിസ്ത്യാനികളുടെ ദൈവമേ, നീ ജീവിക്കുന്ന ദൈവമെങ്കിൽ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യമെങ്കിൽ, നീ എൻ്റെ റൂമിലേക്കൊന്ന് ഇറങ്ങി വരണം. നിൻ്റെ കരമെന്നെ തൊടണം, നീ എന്നെ സൗഖ്യമാക്കണം. ആ രാത്രിയിൽ യോഗിച്ചോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം ആ റൂമിലേക്ക് ഇറങ്ങിച്ചെന്നു. ക്ഷയരോഗ്യവാദിനായ ശോഷിച്ച എല്ലും കോലുമായ യോഗിച്ചോയുടെ കരത്തിൽ യേശു കർത്താവിൻ്റെ ആണിപ്പുള്ള കരം കയറിപ്പിടിച്ചു. യോഗീച്ചയുടെ ഞാടി ഞരമ്പുകളിൽ, അസ്ഥി മജ്ഞകളിൽ ദൈവശക്തി വ്യാപരിപ്പാൻ തുടങ്ങി. വൈദ്യശാസ്ത്രം 3 മാസം പറഞ്ഞ് യോഗിച്ചോയെ യേശു സൗഖ്യമാക്കി. ഈ യോഗം ഒരു വിടുതലിൻ്റെ യോഗം കൂടെ ആകിയാൽ പറയാം, ആ രാത്രി അവിടെ വ്യാപരിച്ച അതേ ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, ഓ ക്ഷമ റഹിനി, ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ തലയിൽ ആരും കൈവക്കണ്ട. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ വിടുതലുകൾ സംഭവിക്കട്ടെ, ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങളടിച്ച് അന്യഭാഷയിൽ വാതുറന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, ഓ ഹല്ലേലൂയ. ഉടമാന വൈഡമാന ഹത്തുനാബ ഹംദുനാര വൈഡ ഉടമൗഡമാന ഹത്തുനാര ഹംദനാര ഹംദ ഓ ക്ഷമ റഖുനി ഹംദുന. എല്ലാവരും ശക്തിയോടെ ആരാധിച്ചു കുഞ്ഞെ. ദൈവത്തിന്റെ ശക്തിയുടെ മേൽ വ്യാപരിക്കേണ്ടത് രാത്രി. ഹല്ലേലൂയ. ആ യോഗിച്ചോ പിന്നെ പ്രാർത്ഥിച്ചാൽ ക്ഷയരോഗങ്ങൾ സൗഖ്യമാകും, ക്യാൻസർ സൗഖ്യമാകും, ഭ്രാന്തർ സൗഖ്യമാകും. അതിലൊരു പദം എന്നെ എഴുതിയിട്ടുണ്ടെന്നറിയാം. യോഗിച്ചോ പിന്നീട് ആ പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ലെന്നാ. കണ്ടെന്നും കണ്ടില്ലെന്നും പറയുന്നു. പക്ഷെ ഞാൻ പറയാം, യോഗിച്ചോ ഒരിക്കലും ആ പെൺകുട്ടിയെ കാണും. യോഗിച്ചോ മാത്രമല്ല, നമ്മളെല്ലാം കാണും. ആത്മാക്കളെ നേടിയുടെ പ്രതിഫലത്തിനായി അന്ന് അവൾ അവിടെ വരും. യോഗിച്ചോ 8 ലക്ഷം വിശ്വാസികൾ നേടിയെങ്കിൽ യോഗിച്ചോയെ കൃപയിലേക്ക് കൊണ്ടുവന്ന 12 വയസ്സുകാരിക്കും അതിന് പ്രതിഫലമുണ്ട്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാക്കി വേണം പാൻ. ആലയത്തിലേക്ക് ആത്മാക്കളെ ആകർഷിക്കുക. ഇതെല്ലാം സമയം പഠിപ്പിക്കേണ്ടതാണ്. 100 വിശ്വാസികൾ ഈ സഭയിലുണ്ടെങ്കിൽ എന്നെ നോക്കൂ, 1 വർഷം കൊണ്ട് നിങ്ങൾ ഒരാളെയെങ്കിലും ഇതിനകത്ത് കൊണ്ടുവരണം. എത്ര ആളെയാ? ഒരാളെ. 365 ദിവസമില്ലേ? എത്ര പേരെ വേണം? ഒന്ന് പറയുന്നേ. ഒറ്റ ആളെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത ആണ്ടർ യോഗത്തിന് എത്ര പേര് വരും? അല്ലെ അടുത്ത വാർഷികത്തിന് എത്ര പേര് കാണും? പറയുന്നേ. 100 പേരോ ഒരാളെ വേദ കർത്താവിനെ നേടി എത്ര പേരായി? 100 പേര്. 200 ആയില്ലേ? ഒന്ന് പറയുന്നത് പെട്ടെന്ന് പറ. 100 എത്ര? അടുത്ത വർഷം 200 പേരും തീരുമാനിച്ചു ഞങ്ങൾ ഒരാളെ കർത്താവിനായി നേടും. അപ്പൊ അടുത്ത വർഷം എത്രയായി? കണക്ക് നന്നായി അറിയാവുന്നവരാ നിങ്ങൾ. 400. ഈ 400 പേരും തീരുമാനിച്ചു അടുത്ത വർഷം ഒരാളെ, ഒറ്റാളെ മതി. ഒത്തിരി 360 ദിവസം ഇല്ലേ? ഒരാളെ. അപ്പൊ എത്രയായി? ഉറക്കെ പറ, ഉറക്കെ. 800 പേരും തീരുമാനിച്ച് ഒരാളെ കർത്താവിനായി നേടും. മക്കളെ പറ.
1600 പേരും തീരുമാനിച്ചു ഒരാളെ കർത്താവിനായി നേടും. അപ്പൊ എത്രയായി? 3200 പേരും തീരുമാനിച്ചു ഒരാളെ കർത്താവിനായി നേടും. എത്രയായി? എന്തോ കണക്കന്മാരായിരിക്കുന്നു. അതായി കണക്ക്. 6400 പേരും തീരുമാനിച്ച ഒരാളെ നേടും. എത്രയായി? 12800 അല്ലേ? 12 12800. 12800 പേര് ഒരാളെ കൂടെ നേടിയാലോ? അയ്യോ, ഇരുപ്പ് കണ്ടില്ലേ? സ്ഥലമില്ലെന്നില്ലേ? നിനക്ക് ദൈവം ആത്മാക്കളെ തന്നാൽ സ്ഥലവും തരാൻ ശക്തനായോ? അപ്പം നമ്മുടെ കണക്കൊന്ന് മനസ്സിലായോ? ഒറ്റയാളെ നേടിയാൽ മതി. ഏതായാലും ഇത്രയോ ഒരു വർഷം കൊണ്ട് ദൈവം കൊണ്ടുവന്നല്ലോ. ഇതിപ്പോ 10 വർഷമായിട്ട് ഒരെണ്ണത്തെ പോലും നേടാത്തവരില്ലേ? നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കണം. നമ്മളെ കർത്താവ് രക്ഷിച്ചപ്പോൾ തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോഞ്ഞതേ നമ്മളിവിടെ ആത്മാക്കളെ നേടാനാ. നമ്മുടെ ജീവിതം കുറെ ഒന്ന് കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞ് എനിക്ക് മറ്റുള്ള കാര്യം കൂടെ പറഞ്ഞ് നിർത്തേണ്ടതുകൊണ്ട് വേഗത്തിൽ പറയട്ടെ. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ ആലയത്തിലേക്ക് നാം പോകാമെന്ന് പറഞ്ഞപ്പോൾ, വായിക്കോ, 122 ഒന്ന് വായിച്ചേ. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. കണ്ടോ? 122 പെട്ടെന്നെടുക്കുക. അപ്പൊ ആലയത്തിലേക്ക് സന്തോഷിക്കുക, ആലയത്തിലേക്ക് ആത്മാക്കളെ ആകർഷിക്കുക. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അവിടെ കുറച്ച് പറയേണ്ടവരിലും നേരമില്ല. അടുത്ത വായിച്ചോ, അടുത്ത വാക്യം. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. അടുത്തത്, തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. 3-ാമത്തെ പ്രത്യേകത, തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, ഇസ്രായേലിന്റെ ഗോത്രങ്ങൾ യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി വരുന്നു. അപ്പോൾ എവിടെയൊക്കെ ആത്മാക്കൾ വരുന്നേ? തമ്മിലിണക്കിയ നഗരം. ഒന്ന് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഇപ്പോഴേ ഇത് പറയാനൊക്കെ, ഇപ്പോഴേ ഇത് കേട്ടോണം. തമ്മിലിണക്കിയ നഗരം എന്ന് പറഞ്ഞാൽ ഐക്യതയുള്ള സഭയായിരിക്കണം. ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. എത്ര പേരുടെ കൂടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. കൂടുന്നവർ ഐക്യതയുള്ളവരായിരിക്കണം. ഐക്യതയുള്ളവരായിരിക്കണം. ഈ സമാന കൂടാരത്തിന്, സമാഗമന കൂടാരത്തിന് പുറപ്പാട് പുസ്തകം 36:15 48 പലകയാണ്. വായിച്ചേ. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും. മോനെ ഇപ്പോഴേ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിടുക. ഓരോ പലകയ്ക്കും 10 മുഴം നീളവും 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുംബം ഉണ്ടായിരിക്കണം. അതിനൊക്കെ പിന്നെ പറയാം. ഓരോ പലകയ്ക്കും എത്ര നീളം? 10 മുഴം നീളവും 1.5 മുഴം വീതിയും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു പലകയ്ക്ക് ഇത്തിരി നീള കൂടുതലും ഇല്ല, ഒരു പലകയ്ക്ക് ഇച്ചിരി നീള കുറവുമില്ല. കാരണം കർത്താവ് വീണ്ടെടുപ്പിന്റെ വില ഒരുപോലെ നൽകിയതവരാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പല പരാജയത്തിന്റെ കാരണം അവിടെ. ഞാൻ ചിലരൊക്കെ ചെല്ലുമ്പോൾ ചിലൻ്റെ ഒക്കെ ഇരിപ്പൊക്കെ കണ്ട ഈ പഴയ സഭകളിലൊക്കെ പോകുന്ന എത്ര എണ്ണത്തെ കണ്ടിയേ. അപ്പൊ ഈ ചിലയിടത്തൊക്കെ ചെന്ന് ചില പുള്ളിയുടെയൊക്കെ ഇരിപ്പ് കണ്ട പുള്ളി അവിടുത്തെ സംതിങ് ആണെന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിനക്ക് തന്നെ നീ സംതിങ് ആണെന്ന് തോന്നിയ പോക്ക. ഞാൻ അവരെ കുറിച്ച് പറഞ്ഞ തട്ട് താങ്ങി പല്ലിത്ത. നമ്മൾ ചിലയിടത്തൊക്കെ ചെന്ന് ഈ പല്ലിയെ അള്ളി പിടിച്ചിരിക്കുന്നതാണ്. ഈ പല്ലിയുടെ ഇരിപ്പും ഗമയും കണ്ടാൽ തോന്നും ഇവൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ തട്ട് താഴോട്ട് വീഴാത്തത്. കുഞ്ഞേ, നിന്നെ കൊണ്ട് ദൈവം വല്ലതും ചെയ്യുന്നെങ്കിൽ കർത്താവിന്റെ കരുണയാ. ഡീവിയേഷൻ വരരുത്. ഇപ്പൊ പെന്തക്കോസ്തയുടെ ഒരു പ്രത്യേകത, വളരും തോറും പിളരും. ഡീവിയേഷൻ പാടില്ല. ഭിന്നിപ്പിച്ച് ഭരിക്കുക പിശാചിന്റെ തന്ത്രമാണ്. നിങ്ങൾക്ക് കർത്താവ് വരാൻ താമസിച്ചാൽ എത്ര വർഷം ഇവിടെ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ അഭിഷേകത്തിനോട് ചേർന്ന് കൈകോർത്ത് പിടിച്ച് കർത്താവിൻ്റെ വേല ചെയ്യണം. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേൻ കോട്ട. കഴിച്ചേ. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേൻ കോട്ട. ജയമെടുത്തിടാൻ ജയവീരൻ വരുവാൻ താമസമിൽ ഇനിയേറെ. ജയമെടുത്തിടാൻ
ജയവീരൻ വരുവാൻ താമസം. എല്ലാവരും കൈയടിച്ചേ. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമേന്തി. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമേന്തി. പോയിടാം സുവിശേഷം ഓതിടാം നാടെങ്ങും, അനന്ത സന്തോഷമുണ്ടൊടുവിൽ. പോയിടാം സുവിശേഷം ഓതിടാം നാടെങ്ങും, അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ആയിരങ്ങൾ പതിനായിരങ്ങളിതാ പാപത്തിനാഴത്തിൽ വീണു. ആയിരങ്ങൾ പതിനായിരങ്ങളിതാ പാപത്തിനാഴത്തിൽ വീണു. കയറുവാൻ കര കാണാതുഴലുന്ന നേരം, നേടിടാം സ്നേഹ കൊടിയാ. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമേന്തി. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമേന്തി. പോയിടാം സുവിശേഷം ഓതിടാം നാടെങ്ങും, അനന്ത സന്തോഷമൊടുവിൽ. അപ്പോൾ നമ്മൾ ഐക്യതയുള്ളവരായിരിക്കുക, ഐക്യതയുള്ളവരായിരിക്കുക. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പറഞ്ഞേ ബാക്കി അവരെല്ലാവരും ഒരു സ്ഥലത്ത്. ഇന്ന് അവിടെ തിരിക്കും, ഒരുമിച്ചിരിക്കില്ല, ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരിക്കും. പെട്ടെന്ന് കൊടിയെ കാറ്റടിച്ചു. ഐക്യതയുള്ളവരായിരിക്കണം. നമ്മുടെ ഐക്യത കെടുത്തുന്ന ദുഷ്ടവ്യാപാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നാം ശാസിച്ചു കൊള്ളണം. കരങ്ങളടിച്ചോ, വയസ്സുറന്ന് യേശുവിൻ്റെ നാമത്തിൽ. സഭ, ദൈവത്തിൻ്റെ സഭയെ ഭിന്നിപ്പിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളെ, അങ്ങനെയുള്ള ശക്തികളെ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ. എല്ലാവരും കരം പിടിച്ച് ശക്തിയോട് ഭിന്നിപ്പിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ. ഒരു സഭ ചിത്രിച്ചാൽ, ഒരു കുടുംബം ചിത്രിച്ചാൽ തന്നിൽ തന്നെ വിജയമില്ല. ഐക്യമായി നിന്ന് വേല ചെയ്യുക. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, കണ്ടോ അവിടേക്ക് ഗോത്രങ്ങൾ, ഇസ്രായേലി ഗോത്രങ്ങൾ വരും. ഐക്യതയുള്ളിടത്തെ ആത്മാക്കൾ വരൂ. പല സഭയിലും ആത്മാക്കൾ വരുന്ന ഐക്യതയില്ല. തമ്മിലിണക്കിയ നഗരമായി. അതാ ഞാൻ പറഞ്ഞു 48 പലക, അതിന് 5 കുടുംബ എഴുതിയിരിക്കുന്നത്. അന്താഴങ്ങൾ, കുടുംബം ഇവിടെ അന്താഴങ്ങൾ. അത് 2 തമ്മിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യും, 2 പലക തമ്മിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യും. നടുവിലൊരു അന്താഴം 48 എണ്ണത്തെയും ബന്ധിക്കുന്ന. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അന്താഴം നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്. ഈ പലക തമ്മിൽ അകലരുത്. കാരണം ഇത് നിൽക്കുന്ന എവിടെ? സമാന കൂടാരം മരുഭൂമിയിൽ. അകന്നാൽ കാറ്റടിക്കും. അകത്ത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കൊണ്ടത് കെട്ടുപോകും. കാഴ്ചയപ്പത്തിന് മേശ അതിൽ മണ്ണ് ഇവിടുന്ന് പോകുന്ന സ്തോത്രം പറഞ്ഞുകൊണ്ടായിരിക്കണം. ഒരു വാക്യം കൊണ്ട് നോക്കിയോ, അതൊരു പ്രവചനമാണ്. ജെരമ്യാ ചാപ്റ്റർ 33:11, 33. ഇരമ്യാവ് 33:11. പെട്ടെന്ന് വായിച്ചു. ഇരമ്യാവ് 33:11. അത് നോക്കി, പ്രവചനമാണ്. കേട്ടോ, ഇനി ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവ നല്ലവനല്ലോ, എന്നേക്കുമുള്ളതെന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്ന ശബ്ദവും കേൾക്കും. കൈയുയർത്തി സ്തോത്രം പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായോ? പഴയ നിയമ ആരാധന കാളയും കൊണ്ട് വരണം, ആടിനെയും കൊണ്ടാ വരുന്നേ, കുറുമ്പ്രാവിനെയും കൊണ്ടാ വരുന്നേ. വെറും കൈയായി ചെല്ലരുത്. ഒന്നീ കാള, ഒന്നീ ആട്, അല്ലെങ്കിൽ പ്രാവ്. എന്നാൽ ഇരമ്യാ പ്രവചിക്കുന്നു, ഇതാ ഞാൻ ഒരു ആരാധന കാണുന്നു. ആരാധനയിൽ കാളയില്ല,
ആ ആരാധനയിൽ ആടില്ല, ആരാധന കുടുംബമില്ല, എന്നാൽ ആരാധനയിൽ സ്തോത്രം ഞാൻ കേൾക്കുന്നു. ഓ, ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ആരാധനയാണ് ഈ ആരാധന. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രധ്വനി വരുന്നു. സ്തോത്രയാഗം, സ്തോത്രയാഗം. ഇനി വായിച്ച് നിർത്താൻ പോവാ. 122 5 വാക്യം, 122 സങ്കീർത്തനം 5 വാക്യം. അവിടെ 122 സങ്കീർത്തനം 5 വാക്യം, അവിടെ ന്യായാസനങ്ങൾ, ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. എവിടെ? തമ്മിൽ നക്കിയമായ നഗരമായ യെരൂശലേമിൽ സ്തോത്രം പറയുന്നിടത്ത്, ആരാധിക്കുന്നിടത്ത്, ആലയത്തിൽ സന്തോഷിക്കുന്നിടത്ത് ന്യായാസനങ്ങൾ ഇരിക്കുന്നു. എന്തിൻ്റെ ന്യായാസനം? യഹോവയുടെ സിംഹാസനം ഇറക്കി വെക്കും. ആരാധിക്കുന്ന സഭയിൽ, സ്തോത്രം പറയുന്ന സഭയിൽ, ഐക്യതയുള്ള സഭയിൽ ദൈവം തൻ്റെ സിംഹാസനം ഇറക്കി വെക്കും. അവിടെ ന്യായ തീർപ്പുകൾ നടക്കും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നീ നിരാശയോടിനകത്ത് വന്നിട്ട് ഇവിടെ നിറങ്ങിപ്പോകുന്ന നിരാശയോടായിരിക്കത്തില്ല. നീ ഭാരത്തോടിനകത്ത് വന്നിട്ട് നകത്തു നിറങ്ങുന്ന ഭാരത്തോടാകത്തില്ല. നീ രോഗത്തിനകത്ത് വന്നിട്ട് ഇവിടെ നിറങ്ങുന്ന രോഗത്തോടായിരിക്കത്തില്ല. ആരാധിക്കുന്ന സഭയിൽ സ്വർഗസന്ധ സിംഹാസനം ഇറക്കി വെക്കും. ശമന, അവിടെ ന്യായ തീർപ്പുകൾ നടക്കും. കരമടിച്ചാട്, അന്യഭാഷ ദൈവത്തെ സൂചിച്ചാട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്വർഗം തന്റെ സിംഹാസനം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ന്യായ തീർപ്പുകൾ നടക്കും. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ കരം നിന്നെ തൊടുന്ന രാത്രിയായി മാറട്ടെ, വിടുതൽ രാത്രിയായി മാറട്ടെ. ഓരോ ആരാധനയും ന്യായതീർപ്പിൻ്റെതാണ്, ന്യായതീർപ്പിൻ്റെതാണ്, ന്യായതീർപ്പിൻ്റെതായി. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ദൈവാത്മാവിനാൽ നിറയ്ക്കുന്ന കേവലം ചില അന്യഭാഷകൾ പറഞ്ഞു നിർത്താൻ വേണ്ടിയല്ല. Praise the Lord. ദാവീദിന്മേൽ ആത്മാവ് വന്നപ്പോൾ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, അവന്റെ നന്മകളെ അപകരിപ്പാൻ വന്ന സിംഹത്തെയും കരടിയെയും അവൻ വലിച്ചു കീറിക്കളഞ്ഞു. രാത്രി ഹാളിൽ വന്ന ദൈവവൈതലേ, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നെ നിറയ്ക്കുന്നത് കേവലം ചില അന്യഭാഷകൾ വഴി നിർത്താൻ വേണ്ടിയല്ല. നിന്റെ ആത്മീയ നന്മകളെ, നിന്റെ ഭൗതിക നന്മകളെ അപകരിപ്പാൻ വരുന്ന സാത്താന്യ ശക്തികളെ വലിച്ചു കീറുവാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിരിക്കുകയാണ്. നിന്നെ തകർക്കാൻ വരുന്നതിനെ യേശുവിന്റെ നാമത്തിൽ നീ തകർക്കണം. നിന്നെ ഒതുക്കുവാൻ വരുന്നതിനെ യേശുവിന്റെ നാമത്തിൽ നീ ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ ദൈവം. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. ഒന്നുകൂടെ ഞാൻ പറയാം. ദാവീദ് കാട്ടിലായിരിക്കുമ്പോൾ ഒരു സിംഹം അവന്റെ നേരെ ചെന്നു, കരടി അവന്റെ നേരെ ചെന്നു. അവൻ പറഞ്ഞു, കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, ഞാൻ അവയൊരു ആട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറിക്കളഞ്ഞു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, കുഞ്ഞെ, ദൈവം തൻ്റെ ആത്മാവിനാൽ, മറക്കരുത്, അണ്ടർലൈൻ ചെയ്തോണം, ദൈവം തൻ്റെ ആത്മാവിനാൽ നിന്നെ നിറയ്ക്കുന്നത് കേവലം ചില അന്യഭാഷ പറഞ്ഞ് നിർത്താൻ വേണ്ടിയല്ല. കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, നിന്നെ വിഴുങ്ങുവാൻ വരുന്ന പോകേച്ഛകളെ തകർക്കാനുള്ള അഭിഷേകം ദൈവം നിന്നെ തന്നിരിക്കുക. ജയജീവിതത്തിന് അഭിഷേകം തന്നിരിക്കുന്നത്, ജയജീവിതം നയിക്കാനാ. നീ പാപത്തിന് തോറ്റു കൊടുക്കാനല്ല, പാപത്തിന്മേൽ ജയം കൊള്ളുവാനാണ്. ന്യായതീർപ്പിന്റെ സിംഹാസനം ആരാധിക്കുന്ന സഭയിൽ ഇട്ട് വെക്കും. ഇത് വിശ്വസിക്കണം. ഇതാണ് നടക്കേണ്ടത്. അവിടെ ന്യായാസനങ്ങൾ, നിങ്ങൾ വീട്ടിൽ പോയി ക്ലിയറായി വായിക്കണം. ദൈവത്തിന് ന്യായാസനം ഇരിക്കുന്നു. നമ്മുടെ സഭയിൽ വിടുതൽ നടക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആത്മാക്കളെ ആകർഷിക്കുന്നവരാകണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരാളെങ്കിലും യേശുവിനായി നേടണം. കൈയോർത്തൊരു സ്തോത്രം പറഞ്ഞ് ഈ ആയുസിൽ ഒരാളെങ്കിലും കർത്താവിനായി നേടണം. അമേരിക്കയിലൊരു തിയോളജി ക്ലാസ്സിൽ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾ ആദ്യം കാണാൻ ഇഷ്ടപ്പെടുന്ന ആരെയാണ്?
നിങ്ങളോടും ചോദിക്കാം. ഉറക്കെ പറ. മോള് യേശുവിനെയാ. നിങ്ങളൊക്കെ ഒന്നും പറഞ്ഞില്ലല്ലോ. ആരെ കാണാനാ? യേശുവിനെ. എല്ലാവർക്കും യേശുവിനെ കാണണം. ശരി, രണ്ടാമത് ആരെ കാണാനാ ഇഷ്ടം? യേശു വലിയ ദൈവം. അമ്മ പറഞ്ഞു. ഇരിപ്പ് കണ്ടിട്ട് ആരെയും കാണണ്ട. സ്വർഗത്തിൽ 3 അത്ഭുതങ്ങൾ നടക്കും. ഒന്ന്, നമ്മൾ കാണുമെന്ന് വിചാരിക്കുന്ന പലരും അവിടെ കാണില്ല. ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, നമ്മൾ കാണത്തില്ലെന്ന് വിചാരിക്കുന്ന പലരും അവിടെ കാണും. മൂന്നാമത്തെ അത്ഭുതം, നമ്മൾ അവിടെ ചെന്ന് പറ്റിയാൽ ദൈവം തമ്പുരാനെ ഞാൻ എങ്ങനെ ഇവിടെ വന്നായിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലായോ? വലിയ ഉന്നതന്മാരെ, പ്രസിദ്ധന്മാരെ, സ്റ്റേജിൽ നിറഞ്ഞു നിന്നവരെ, TV പ്രഭാഷകരെ കാണാതിരിക്കുകയും നമ്മളെ അവിടെ കാണുകയും ചെയ്യുമ്പോൾ കർത്താവേ ഞാൻ എങ്ങനെ ഇവിടെ വന്നു. നിങ്ങൾ എന്നിട്ടും ഒരു സ്തോത്രം പറഞ്ഞില്ലല്ലോ. പറഞ്ഞേ, ഇഷ്ടപ്പെട്ടൊക്കെ പറ. സ്വർഗത്തിൽ ആരെ കാണാനാ ഇഷ്ടം? എന്നാലും ഞാനും നടത്തി വെച്ചാൽ പറഞ്ഞു ലോത്തിന്റെ ഭാര്യയെ കാണണം. നടക്കാത്ത കാര്യം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആരെയാണ്? ഈ പ്രൊഫസർ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങളെപ്പോലെ പലരും ഈ മറുപടി പറഞ്ഞു. മിക്കവാറും എല്ലാവരും പറഞ്ഞത് യേശുവിനെ കാണണമെന്നാണ്. ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു, അവനും പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ ചെന്നാൽ എൻ്റെ യേശുവിനെ കാണണം. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ യേശു അപ്പച്ചനെ കെട്ടിപ്പിടിക്കും, ഞാൻ ചുംബിക്കും. കുറെ നേരത്തേക്ക് എൻ്റെ യേശു അപ്പച്ചനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണ്ടി മുറിവേറ്റവനെ, രാജേഷേലൻ പറയുന്നു പാടിയില്ലേ, കാണുമ്പോൾ ഞാൻ കരയും, കാണുമ്പോൾ ഞാൻ കരയും, ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ അവനെ ചുംബിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ശരി രണ്ടാമത് നീ ആരെ കാണാൻ ഇഷ്ടപ്പെടുന്നേ? പലരും പല മറുപടി പറഞ്ഞു. പക്ഷെ ഇവൻ പറഞ്ഞു, രണ്ടാമത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നോട് ജീവന്റെ വചനം പറഞ്ഞ് ഈ സത്യസുവിശേഷം അറിയിച്ച് എന്നെ കൃപയിലേക്ക് നടത്തിയ ദൈവത്തിന്റെ ദാസൻ എവിടെയെന്ന് ഞാൻ അന്വേഷിക്കും. ഞാൻ ആ ദൈവദാസന്റെ അരികിൽ ചെല്ലും, അദ്ദേഹത്തിന്റെ കരം ഞാൻ പിടിക്കും, താങ്ക്സ് എന്ന് ഞാൻ പറയും, നന്ദി എന്ന് ഞാൻ പറയും, നന്ദി എന്ന് ഞാൻ പറയും. അപ്പൊ ഞാനത് കേട്ടപ്പോൾ ചിന്തിച്ച്, സ്വർഗത്തിൽ ചിലരുടെ ആളുകളുടെ ചുറ്റും വലിയ ക്യൂ ആയിരിക്കില്ലേ? നാടൻ ഭാഷയെ പറഞ്ഞ ചിലരുടെ അത് ഈച്ച പോലും കാണില്ല. ഞാൻ പറയുന്ന വല്ല മനസ്സിലാകുന്നുണ്ടോ? ഒന്നും കേട്ടില്ല, ഇത് കേട്ടോട്ട് പോവും. കുഞ്ഞേ, നീ ലോകം വിട്ട് നിത്യത്തിലെത്തുമ്പോൾ ഒരാളെങ്കിലും നിന്റെ അരികിൽ നന്ദി പറയാൻ വരണം, താങ്ക്സ് പറയാൻ വരണം. എന്നോട് സുവിശേഷം പറഞ്ഞ നന്ദി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന നന്ദി. ഈ വലിയ സ്വന്തം ഇവിടുത്തെ ഒന്നും അല്ല, ഈ മണ്ണാങ്കട്ടയൊന്നും അല്ല. എൻ്റെ ദർശനവും പ്രസംഗവും വേറെ ലെവലാ. ഈ മണ്ണാങ്കട്ടയ്ക്കാകരുത് നിങ്ങൾ ഇറങ്ങേണ്ട, നിത്യതയ്ക്ക് വേണ്ടിയായിരിക്കണം. ജിമിനെ, ഇവിടുത്തെ കിട്ടുന്നെല്ലാം താൽക്കാലികമാ. ഈ ചെറുപ്പക്കാരൻ ഈ കുഞ്ഞു പ്രായത്തിൽ ഇറങ്ങി 10 ആത്മാക്കളെ നേടിയെങ്കിൽ അതിന് പ്രതിഫലം സ്വർഗത്തിലാ. എത്ര സന്തോഷമായത്! Only one life, it will soon be fast. Only what's we done for Christ will last. ഒരു ജീവിതം അത് വേഗം തീരും. ഈ ആയുസിൽ നീ കർത്താവിന് വേണ്ടി നേടിയത് നിലനിൽക്കും. എന്തേലും ചെലവിട്ടേ നിലനിൽക്കും. എന്തേലും സഹിച്ചെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. എല്ലാവരും ദിവസം എഴുന്നേക്കാം. ഇന്ന് ഈ 1ാം വാർഷികത്തിൽ ഇവിടുന്ന് ഇറങ്ങും മുമ്പ് തീരുമാനമെടുക്കണം. നിങ്ങൾക്ക് വേണ്ടി വിടുതലും സൗഖ്യമൊക്കെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചപ്പോൾ തന്നെ ദൈവകാലത്ത് കിട്ടിയിട്ടുണ്ട്. തീരുമാനമെടുക്കേണ്ട, കർത്താവേ ഒരാളെങ്കിലും എനിക്ക് യേശുവിനായി നേടണം, എനിക്ക് കർത്താവിനെ കുറിച്ച് പറയണം, എൻ്റെ നാവ് സമർത്ഥനായ ലേഖൻ്റെ എഴുത്തുപോലാണ്. എല്ലാ കണ്ണും അടച്ചേ. നിങ്ങൾക്ക് തന്നെ ആഗ്രഹമുണ്ടോ ആത്മാക്കളെ നേടാൻ? എനിക്ക് കഴിവില്ല, എനിക്ക് ഭാഷാ പാണ്ഡിത്യമില്ല. കർത്താവേ നിന്റെ കൃപയിൽ പകരണമേ. എനിക്ക് ആഗ്രഹമുണ്ട് അപ്പച്ച ആത്മാക്കളെ നേടാൻ. എന്നെ നീ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, സമർപ്പിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. എന്നെ ഒരു സുവിശേഷകനാക്കി മാറ്റണം.